ഹനുമാന്റെ ജീവിത ദൗത്യത്തെക്കുറിച്ചും മാതാപിതാക്കളെക്കുറിച്ചുമാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. രാമദൂത അതുലിത ബലധാമ അഞ്ജനിപുത്ര പവനസുതനാമ. രാമദൂതൻ എന്ന നിലയിലുള്ള ഹനുമാന്റെ ദൗത്യം നിറവേറ്റാൻ അമാനുഷികമായ ശക്തിയും ബുദ്ധിവൈഭവവും പരാക്രമവും ആവശ്യമായിരുന്നു. ഹനുമാൻ ഇത് സാധ്യമായി കാരണം സമാനതകളില്ലാത്ത ശക്തിയുള്ളവനായിരുന്നു പവനപുത്രനായ ഹനുമാൻ. എങ്ങനെയായിരിക്കണം ഒരു ഉത്തമ ശിഷ്യൻ? ഗുരു പറയുന്നത് അനുസരിക്കാത്തവൻ ഉത്തമ ശിഷ്യനല്ല, ഗുരു പറയുന്നത് അതുപോലെ അനുസരിക്കുന്നവനും ഉത്തമ ശിഷ്യനല്ല എന്നാണ് അമ്മ പറയാറ്. കാരണം ഒരു ഉത്തമ ശിഷ്യൻ ഗുരുവിനെ അനുസരിക്കണം. കൂടാതെ കൂടുതലായി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ സന്ദർഭത്തിനനുസരിച്ച് വിവേകത്തോടുകൂടി പെരുമാറാനും സാധിക്കണം. അതിനുള്ള ഉദാഹരണമാണ് ഹനുമാൻ. ഹനുമാന്റെ ദൗത്യം എന്ന് പറയുന്നത് സീതയെ കണ്ടെത്തുക, ശ്രീരാമൻ്റെ അങ്കുലീയം നൽകി സന്ദേശം അറിയിക്കുക എന്നത് മാത്രമായിരുന്നു. പക്ഷേ ഹനുമാൻ എന്താണ് ചെയ്തത്? 100 യോജന വിസ്തൃതമായ സമുദ്രലംഘനം ചെയ്ത് വഴിയിലുള്ള പ്രതിബന്ധങ്ങളെല്ലാം തരണം ചെയ്ത് ലങ്കാനഗരിയിലെത്തി സീതാമാതാവിനെ കണ്ടു, അങ്കുലീയം നൽകി, സന്ദേശവും നൽകി. അതിനുശേഷം ലങ്ക മുഴുവൻ സഞ്ചരിച്ച് നിരീക്ഷിച്ച് ശ്രീരാമൻ്റെ മഹത്വത്തെ പക്വമായ വാക്കുകളിലൂടെ രാവണനെ അറിയിക്കുന്നു. സീതയെ രാമന് തിരിച്ചു കൊടുക്കാൻ ഉപദേശിക്കുന്നു. തന്നെ നിന്ദിക്കാനായി വാലിൽ തീ കൊളുത്തിയപ്പോൾ അത് തൻ്റെ ബലവും പരാക്രമവും കാണിക്കാനുള്ള ഒരു അവസരമാക്കി മാറ്റുന്നു. രാമദൂതൻ്റെ ശക്തി ഇത്രയുമുണ്ടെങ്കിൽ ജഗദീശ്വരനായ രാമൻ്റെ ശക്തി എത്രയായിരിക്കും എന്ന് ചിന്തിക്കാൻ രാവണന് വീണ്ടും വിചാരം ചെയ്യാനുള്ള ഒരു വഴിയുമൊരുക്കി കൊടുക്കുന്നു. ഇതൊക്കെയാണ് ഒരു ഉത്തമനായ ശിഷ്യൻ ചെയ്യേണ്ടത് എന്നാണ് അമ്മ പറയാറ്. അഞ്ജനിപുത്ര പവനസുതനാമ. അഞ്ജനാദേവിയാണ് ഹനുമാന്റെ മാതാവ്. ഇന്ദ്രസദസ്സിലെ ഒരു അപ്സരസ്സായിരുന്നു പുഞ്ചികസ്ഥല. മുനിയുടെ ശാപം കൊണ്ട് അഞ്ജന എന്ന വാനര സ്ത്രീയായി ജനിക്കുന്നു. ബൃഹസ്പതിയുടെ പുത്രനായ വാനരശ്രേഷ്ഠനായ കേസരിയെ വിവാഹം കഴിക്കുന്നു. ഒരു സൽപുത്രനെ ലഭിക്കാനായി തപസ് ചെയ്ത അഞ്ജനയിൽ സംപ്രീതനായി ഭഗവാൻ ശിവൻ തൻ്റെ തന്നെ തേജസ് അഞ്ജനയുടെ ഉദരത്തിലേക്ക് എത്തിക്കുന്നു വായുഭഗവാനിലൂടെ. അതുകൊണ്ട് തന്നെ ഹനുമാന് പവനസുതൻ എന്ന പേരും വന്നു. കാറ്റിൻ്റെ വേഗതയിൽ സഞ്ചരിക്കാനുള്ള ശക്തി നൽകി ഹനുമാനെ വായുദേവൻ അനുഗ്രഹിക്കുന്നു. അഞ്ജനയുടെ പുത്രനായതുകൊണ്ട് അഞ്ജനീപുത്രൻ എന്ന പേരും കൂടി ഹനുമാന് വന്നു.